15 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ബോട്ട് അപകടത്തിന് കാരണം സ്പീഡ് ബോട്ടിന്റെ തകരാറെന്ന് നാവികസേനയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. സ്പീഡ് ബോട്ടിന്റെ സ്റ്റിയറിംഗ് ലോക്കായതാണ് അപകട കാരണം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ സ്പീഡ് ബോട്ട് ഇടിച്ചാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായത്. ഇപ്പോൾ അതിലെ കണ്ടെത്തൽ എന്താണ്? ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്ന് തന്നെ പുറത്തു വന്നതാണ്. നാവികസേനയുടെ ഒരു സ്പീഡ് ബോട്ട് അത് അമിത വേഗത്തിൽ ഇങ്ങനെ വന്ന് യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയും പിന്നാലെ വലിയ അപകടമുണ്ടാവുകയും ചെയ്തു. ഏതായാലും ഈ സംഭവത്തിൽ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോധപൂർവമായ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് നാവികസേനയുടെ തന്നെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ പറയുന്നത്. ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് അത് ലോക്കായി എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ബോട്ട് വെട്ടിച്ച് മാറ്റാൻ കഴിഞ്ഞില്ല, അത് നേരെ പോയി ഇടിക്കേണ്ടി വന്നു. എന്നാൽ പോലും ഈ യാത്രാ ബോട്ടിൻ്റെ എഞ്ചിൻ ഉണ്ടായിരുന്ന ഈ ഡീസൽ ടാങ്ക് ഉണ്ടായിരുന്ന ഭാഗം അവിടേക്ക് ഇടിക്കാതെ വെട്ടിച്ച് മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് നാവികസേനയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ബോട്ട് ആ സമയം ഓടിച്ചിരുന്നത് കരംവീർ യാദവ് എന്ന കമാൻഡറായിരുന്നു. അയാൾ നേരത്തെ ഗോവയിൽ പരിശീലനം പൂർത്തിയാക്കി സമീപകാലത്താണ് മുംബൈയിലേക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായി മനഃപൂർവ്വമായ ഒരു വീഴ്ചയല്ല, ഒരു സാങ്കേതിക പ്രശ്നം ഈ ബോട്ടിൽ ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ്. വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ തുടരുന്നുണ്ട്. അനുജ, 15 പേരുടെ മരണമാണ് ബോട്ട് അപകടത്തെ തുടർന്ന് ഉണ്ടായത്. അതിന് കാരണം സ്പീഡ് ബോട്ടിന്റെ തകരാർ എന്നതാണ് നാവികസേനയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സ്പീഡ് ബോട്ടിന്റെ സ്റ്റിയറിംഗ് ലോക്കായതാണ് ഈ അപകടത്തിന് കാരണം.